ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ. ഇന്നലെ മുപ്പട്ട് വ്യാഴത്തിന് ഭഗവാനെ കാണാൻ പോവാൻ സാധിച്ചു. അതിയായ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴേ തന്നെ കണ്ണൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവാനെ കൂടെ ഉണ്ടാവണോ, തനിച്ചാണ്, അതുകൊണ്ട് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നന്നായിട്ട് ഭഗവാനെ കണ്ടു തൊഴാൻ സാധിക്കണം, എന്നിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തിരിച്ചു വരാൻ സാധിക്കണം. പിന്നെ ഭഗവാന്റെ പാദം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പലത്തിലൊന്ന് പോവാൻ സാധിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത്. പിന്നെ പോകുന്ന വഴിയൊക്കെ ഞാൻ ചിന്തിച്ചത്, പാൽപ്പായസം കഴിപ്പിക്കുമ്പോൾ അത് അവിടെ തന്നെ കുറച്ച് കഴിച്ചിട്ട് വരാം എന്നൊക്കെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയ സമയത്ത് നമുക്ക് ജപിച്ച് അങ്ങനെ പോകുമ്പോൾ അവിടെ എത്തി ശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം ഗണപതിയെ തൊഴുതു, തേങ്ങ ഉടച്ചു. പിന്നെ അങ്ങനെ തൊഴുതു വരുന്ന സമയത്ത് പുറത്തു നിന്ന് തന്നെ ഒരു മാതാജി ഇതാ പായസം കഴിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള പാൽപ്പായസം ആ കണ്ണൻ്റെ ആ പ്രസാദം നൽകി. അത് അതിയായ സന്തോഷത്തോടെ വാങ്ങിക്കഴിച്ചു. എന്നിട്ട് ഭഗവാനെ തൊഴാനാണെങ്കിൽ ഇനി അടയ്ക്കാൻ പോവാന്നുള്ളൊരു അനൗൺസ്മെന്റ് കേട്ടു. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും നട തുറക്കില്ല, കുറേ സമയം പിടിക്കും. അപ്പൊ എനിക്ക് അവിടുത്തെ ആ ഭഗവാന്റെ പാദമുള്ള അമ്പലത്തിൽ പോവാൻ സാധിക്കില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ട് വേഗം ഉള്ളിലേക്ക് കയറി. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിന്റെ പോലും കാത്തു നിൽക്കേണ്ടി വരാതെ വേഗം തൊഴാൻ സാധിച്ചു. കണ്ണനെ നന്നായിട്ട് കാണാൻ സാധിച്ചു. ചതുർബാഹു രൂപത്തിൽ തന്നെ മഞ്ഞ പട്ടൊക്കെ ചുറ്റിയിട്ട് റീൽസിലൊരു ഭഗവാന്റെ പാട്ടിട്ടിരുന്നു, അതുപോലെ തന്നെ അവിടെ കാണാൻ എനിക്ക് സാധിച്ചു. നന്നായിട്ട് കണ്ടു, കുറേ സമയം തൊഴാൻ സാധിച്ചു. എത്ര തിരക്കാണെങ്കിൽ പോലും ഭഗവാൻ നന്നായിട്ട് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ എന്തായാലും അവിടെ മാത്രം ഒരു 5 മിനിറ്റ് പോലെ അങ്ങനെ നിൽക്കാൻ സാധിച്ചു. അത് വലിയ ബാക്കിയാണ്, ഭഗവാൻ തന്നെ അനുഭവമാണ്. അങ്ങനെ നന്നായിട്ട് കണ്ടു തൊഴുതു നമസ്കരിച്ചിട്ടൊക്കെ പോരാൻ സാധിച്ചു. അങ്ങനെ ദേവിയെയും ലോകമായാദേവിയൊക്കെ തൊഴുതു വന്നതിന് ശേഷം വേഗം പാൽപ്പായസം അങ്ങനെ ഷീറ്റാക്കി, വെണ്ണ നിവേദ്യം, പഴം, പഞ്ചസാരയൊക്കെ ഷീറ്റാക്കിയിട്ട് അതിനൊക്കെ നല്ലോണം വരികയാണ്. മുപ്പട്ടുകാരത്തിൻ്റെ തിരക്ക് അറിയാലോ. പക്ഷെ അവിടെ പോലും എങ്ങനെയൊക്കെ ആ ഭഗവാൻ എനിക്ക് മുന്നിലേക്ക് തന്നു. അതിനവിടെ ഭഗവാൻ തന്നെ ഒരാളെ ഏർപ്പാടാക്കിയെന്ന പോലെ നന്നായിട്ട് എല്ലാ കാര്യവും പെട്ടെന്ന് സാധിച്ചു. പ്രസാദമൊക്കെ വാങ്ങി. ഇനി പാൽപ്പായസം ഇല്ല, അമ്പലം ക്ലോസ് ആക്കിയാൽ പിന്നെ പാൽപ്പായസം ഇല്ല, അതുകൊണ്ട് തുറന്നിട്ടേ ഉണ്ടാവുമെന്നൊന്നും പറയില്ല, അപ്പോഴേക്കും എനിക്ക് കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഭഗവാന്റെ പ്രസാദമൊക്കെ പെട്ടെന്ന് കിട്ടി. ഭഗവാന്റെ സദ്യ കിട്ടിയതിന് ശേഷം ഞാനങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഓട്ടോ റെഡി ആയിട്ടിരിക്കുന്നു ആ ഭഗവാന്റെ കാൽപാദം കാണാൻ പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഓട്ടോയ്ക്ക് കയറി. ഏകദേശം ഒരു 8 കിലോമീറ്ററോളം വരും എന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി. ആ ഭഗവാന്റെ പാദം നിൽക്കുന്ന അമ്പലത്തിന്റെ ഭംഗി എന്താ അറിയോ, നല്ല ഭംഗിയാണ്. അവിടുത്തെ നല്ല വെയിലുണ്ടായി, മഴയൊക്കെ ആണെങ്കിൽ പോവാൻ ബുദ്ധിമുട്ടാവല്ലോ. പക്ഷെ നല്ല വെയിലുള്ള സമയത്ത് അവിടെ കയറി അവിടെ ദേവിയാണ് പ്രധാന. ദേവിയെ തൊഴുതിന് ശേഷം ഭഗവാൻ കൃഷ്ണനെ തൊഴാൻ പാടുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ബാല ആഞ്ജനേയുണ്ട്, അയ്യപ്പനുണ്ട്, ഗണപതിയുണ്ട്. ആ അമ്പലത്തിന്റെ ആ പരിസരം, ആ പ്രകൃതി ഭംഗിയിൽ അങ്ങനെ എന്താണ് അറിയോ, കാണേണ്ട കാഴ്ച തന്നെയാണ്. അവിടെ എത്തിയാൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ട ചിന്തയേ ഉണ്ടാവില്ല. അങ്ങനെ അവിടെ ഒരു ചെറിയ കുളമുണ്ട്, അതിൽ ഒരു വലിയ പാറക്കല്ലും ഉണ്ട്. എന്നാൽ അതിനിടയിൽ കുറേ അമ്പലത്തിൻ്റെതായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതവർ മോട്ടറടിച്ചിട്ട് വറ്റിക്കാൻ ശ്രമിച്ചിട്ട് ഒരിക്കലും വറ്റിയില്ല പോലും. പക്ഷെ
അവിടെ ആ ഭഗവാന്റെ ചൈതന്യം, ആ ഭഗവാന്റെ പിന്നെ നമ്മളങ്ങനെ പാറയിക്കൂടെ കേറി പോകുമ്പോഴാ ഭഗവാന്റെ പാദം കാണാം. ആ പശുവിന്റെ കയറങ്ങനെ വലിച്ചു പോയ അടയാളം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് ആ പാദത്തിൽ നമസ്കരിക്കാം. അവിടെ കേറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അമ്പലവും ആ പരിസരവും പ്രകൃതിയും എന്തൊരു ഭംഗിയാ അറിയാം. അങ്ങനെ ഭഗവാനൊക്കെ നമസ്കരിച്ചിട്ട് അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് നാഗരാജാവ് നാഗേക്ഷിയും കാണാം. പിന്നെ ഇവിടെ അവരെ വൃന്ദാവനം എന്ന് പറഞ്ഞിട്ട് മുളയെ ഇങ്ങനെ നിൽക്കണു. ആ മുള മൊത്തത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊരു തണുപ്പാണോ. അവിടെ ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ രസമായിട്ട് അവിടെ. അപ്പൊ മുകളിലത്തെ വെയിലൊക്കെ അടിച്ചിട്ട് കാലിങ്ങനെ പൊക്കയ്യ, എന്നാൽ വെയിലില്ല സമയത്ത്. എന്നാലോ ആ താഴെ ഇറങ്ങിയിട്ട് നല്ല AC പോലിട്ട് ആ തണുപ്പില് ഭഗവാന്റെ വേണുനാഥ അവിടെ ഇങ്ങനെ കേൾക്കുന്നു. മുള കാറ്റിലാടുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ വിളിക്കുന്ന ശബ്ദം. അത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള ആ കാഴ്ച കാണാൻ ഗുരുവായൂർ പോകുന്ന സമയത്ത് എല്ലാവരും പോകണം. അവിടെ പ്രത്യേക പാദപുഷ്പാഞ്ജലി ഉണ്ട്. മലയാള മാസം 1-ാം തീയതി പാദപൂജയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാമായണത്തിൻ്റെ പാരായണം അങ്ങനെ എല്ലതും ഉണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് തൃക്കൈ വെണ്ണ, അവിടെ ഭഗവാന്റെ തൃക്കൈ വെണ്ണ ഉണ്ട്. എല്ലാ വഴിപാടുകളും ഉണ്ട്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഉണ്ട്. അതുപോലെ അവിടെ അവിടുന്ന് അടുത്തൊരു പ്രഭു ഞങ്ങൾക്ക് വേണ്ടി എല്ലാതും കൊണ്ടു നടന്ന് കാണിച്ചു തന്നു. അവിടെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നല്ല പെരുമാറ്റമുള്ള, നമുക്ക് എല്ലതും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആ പ്രഭുജിക്ക് നമസ്കാരം. അതേപോലെ മനോജ് പ്രഭുജി, അങ്ങനെയാണ് പേര്, മനോജ് എന്നാണ് പേര്. എന്നാലും നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് വേറൊരു പ്രഭുജിയും കൂടെ ഉണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ അങ്ങോട്ട് മറന്നുപോയി. നമുക്ക് അവിടെ പോയി അങ്ങോട്ട് തിരിച്ചു പോരാനേ സാധിക്കില്ല. അത്രയ്ക്ക് പ്രകൃതി മനോഹരമായിട്ടുള്ള ആ അമ്പലത്തിൽ ഗുരുവായൂർ പോകുന്ന സമയത്ത് എല്ലാവരും പോകണം. പിന്നെ രാവിലെ ഒരു 10:30 ആകുമ്പോഴേക്ക് അടയ്ക്കുന്ന പറയുക. പക്ഷേ 10:30 ആളുകളുണ്ടെങ്കിൽ അത് കൂടുതൽ സമയത്തേക്ക് തുറക്കുമെന്ന് പറഞ്ഞു. ഉച്ചപൂജ ഇല്ലാത്തത് കൊണ്ടാണ് നേരത്തെ അടയ്ക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അവിടെ ഇനി വൈകിട്ടാണ് പിന്നെ തുറക്കുക. വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴേക്ക് തുറന്നിട്ട് ഒരു 7 മണിയൊക്കെ വരെ ഉണ്ടാവും. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കാൻ പോകുന്ന സമയത്തും അങ്ങനെ പോവാം. അതേപോലെ തന്നെ അവിടെ നമ്മൾ പിന്നെ എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അവർ ചെയ്യുന്നതാണ്. ജിപേ എന്തെങ്കിലും ചെയ്താൽ മതി. ഇതിൻ്റെ ബാലനായിട്ടാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി. ആഞ്ജനേയ സ്വാമിക്ക് ഇവിടെ പ്രതിഷ്ഠ ആയിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ സങ്കല്പമാണ്, അത് അമ്പലമായിട്ടില്ല. അമ്പലമായിട്ട് വേണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു പനമരത്തിലായിരുന്നു പോലും ആ ആഞ്ജനേയ സ്വാമി നിന്നിരുന്നത്. ഇവിടെ ഈ അമ്പലമൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഇങ്ങോട്ട് അവർ മാറ്റിയതാണ്. അതുകൊണ്ട് കുറുമ്പനായ ആ കുട്ടി ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാലയൊക്കെ ഉണ്ട്. ആഞ്ജനേയ സ്വാമിക്ക് എന്ത് നേർച്ച നേർന്നാലും ക്ഷിപ്രഫലമാണല്ലോ. അതേപോലെ തന്നെ ഒരു നമ്മുടെ മംഗലസിദ്ധിക്കും തൊഴിലബ്ധിക്കും ഒക്കെയാണ് അവിടെ പാദപുഷ്പാഞ്ജലി, പാദപൂജയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിയായ ഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ അമ്പലം കാണേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വരണം. ഹരേ കൃഷ്ണ.